12ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാം ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫോക്കസ് പോയിൻ്റ് ബേസ്ഡ് ക്ലാസ്സുമായാണ് ഇന്നത്തെ എപ്പിസോഡ്. സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം കെം ടോക്കിലെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുണ്ട്. ആർക്ക് വേണ്ടിയാണോ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അവർക്കിത് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ. കമൻറ്റ് ബോക്സിലും വാട്സപ്പിലും വന്ന് നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന, ഫീഡ്ബാക്കുകൾ നൽകുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 5 പോയിൻ്റുകളാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫോക്കസ് പോയിൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. നമ്പർ 1 നേഴ്സ്റ്റ് ഇക്വേഷനാണ്. നമ്പർ 2 വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. നമ്പർ 3 ബാറ്ററീസ്. നമ്പർ 4 ഫ്യൂൽ സെൽസ്. നമ്പർ 5 കൊറോഷൻ. ഈ 5 ടോപ്പിക്കുകൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. എന്നാൽ തുടങ്ങല്ലേ? അപ്പോൾ എന്താ ചാപ്റ്ററിൻ്റെ പേര്? ഇലക്ട്രോ കെമിസ്ട്രി. വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. രാസോർജവും വൈദ്യുതോർജവും തമ്മിലുള്ള ബന്ധത്തെ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, സ്വാഭാവികമായും ഈ കൺവേർഷൻ, ഈ മാറ്റം നടക്കുന്ന ഉപകരണത്തെ നമുക്കെന്ത് പറയാം? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം. കേട്ടില്ലേ? വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ദാറ്റ് ഈസ് എ ഡിവൈസസ് അല്ലേ, ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി കൺവെർട്ടഡ് ടു കെമിക്കൽ എനർജി ഓർ കെമിക്കൽ എനർജി കൺവെർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, വൈദ്യുതോർജം രാസോർജമായും രാസോർജത്തെ വൈദ്യുതോർജവുമായി മാറ്റുന്ന ഉപകരണത്തെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമുക്ക് 2 ആക്കി തിരിക്കാം. ഒന്ന് ഗാൽവനിക് സെല്ല്, മറ്റൊന്ന് ഇലക്ട്രോലൈറ്റിക് സെല്ല്. സ്ക്രീനിലേക്ക് നോക്കൂ. അവ തമ്മിലുള്ള വ്യത്യാസം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നും ഗാൽവനിക് സെല്ലിനെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം രാസോർജത്തെ വൈദ്യുതോർജമായി മാറ്റുന്നതാണ് ഗാൽവനിക് സെൽ. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ വൈദ്യുതോർജത്തെ രാസോർജമാക്കിയാണ് മാറ്റുന്നത്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് ഏതിൽ? ഗാൽവനിക് സെല്ലിൽ. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോഡുകൾ 2 വ്യത്യസ്ത കമ്പാർട്ട്മെൻ്റായിട്ടാണ് നിൽക്കുന്നത്. ഇലക്ട്രോഡ് പറഞ്ഞാൽ ആനോഡ്, കാഥോഡ്. ഓക്കെ, എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒരേ ലായനിയിലാണ് ഇലക്ട്രോഡുകൾ വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഗാൽവനിക് സെല്ലിന് എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. ചിത്രത്തിലേക്ക് നോക്കൂ. ആ ചിത്രമൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഓർമ്മയുള്ളതാണ്. നോക്കൂ, അതിൽ സോൾട്ട് ബ്രിഡ്ജ് കണ്ടോ? അതിലെ ഇലക്ട്രോഡ് കണ്ടോ? ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് സിങ്കാണ്, കാഥോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോപ്പറാണ്. ആ ചിത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻസ് നോക്കൂ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ സിമ്പിളാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഡാനിയൽ സെല്ലിലെ റിയാക്ഷൻസ്, സെൽ റിയാക്ഷൻസും നമുക്കവിടെ കാണാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും കൂട്ടിയതാണ് ആ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് Zn plus Cu2 plus gives Zn2 plus plus Cu. ദാറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ ഓർ സെൽ റിയാക്ഷൻ. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നേഴ്സ്റ്റ് ഇക്വേഷൻ. സ്ക്രീനിലേക്ക് നോക്കുക. What is Nernst equation? That is an equation which relate electrode potential with the concentration of electrolyte. ഇലക്ട്രോലൈറ്റിൻ്റെ ഗാഢതയും ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന സമവാക്യത്തിനാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുക. നേഴ്സ്റ്റ് ഇക്വേഷൻ 2 രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം.
ഒന്ന് ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. മറ്റൊന്ന് സെല്ലിൽ നടക്കുന്ന റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാം. അതുകൊണ്ട് തന്നെ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ. ആദ്യം നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഒരു ജനറൽ ടൈപ്പ് നമുക്കൊന്ന് കാണാം. കണ്ടോ അവിടെ m⁻n++ n ഇലക്ട്രോൺ ഗീവ്സ് m എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ, ഒരു ജനറൽ ഇക്വേഷൻ ആണല്ലോ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ പേപ്പറിൽ എഴുതിക്കോ. Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu. വേറെ എക്സാമ്പിൾ വേണോ? Al3++3 ഇലക്ട്രോൺ ഗീവ്സ് Al. വേറെ വേണോ? Na++1 ഇലക്ട്രോൺ ഗീവ്സ് Na. എഴുതിയില്ലേ? ഇങ്ങനെയുള്ള ഇലക്ട്രോഡ് റിയാക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇലക്ട്രോഡ് റിയാക്ഷനിൽ ഒരു മെറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ലോഹം മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡി? അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ ഇതാ, ജനറലായ അതായത് പൊതുവായ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു അവിടെ. m⁻n++n ഇലക്ട്രോൺ ഗീവ്സ് m. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. കണ്ടോ? ദി നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. കണ്ടോ? E, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ. ആരുടെ പൊട്ടൻഷ്യൽ? EL, ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സമം E0 ഇലക്ട്രോഡ്, ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ മൈനസ് 0.0591/n ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് m⁻n+. ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട കോൺസെൻട്രേഷൻ എന്നാണെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ 1 കോൺസെൻട്രേഷൻ ഓഫ് m⁻n+. എന്താ ഇവിടെ എഴുതിയത്? n എന്ന് പറഞ്ഞത് ഇലക്ട്രോണിൻ്റെ നമ്പർ ഓഫ് മോളാണ്. ശരി. പിന്നെ m⁻n+ എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ ഇടത് ഭാഗത്തുള്ള അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഇക്വേഷൻ ഇപ്പം നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, Cu2++2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ ഇക്വേഷൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതിയേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സമം E0 കോപ്പർ മൈനസ് 0.0591/n എന്ന് പറഞ്ഞത് എത്ര ഇക്വേഷനിൽ? 2 ആണ് അല്ലേ? അപ്പോൾ ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ഈ ഇക്വേഷൻ കിട്ടുക 298 കെൽവിനിലായിരിക്കും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സെൽ പൊട്ടൻഷ്യൽ പറയണമെങ്കിൽ ഒരു സെൽ റിയാക്ഷൻ വേണം. ഇവിടെ നമ്മളൊരു പൊതുവായ സെൽ റിയാക്ഷൻ പരിഗണിച്ചിരിക്കുന്നു. അവിടെ അതാ കൊടുത്തിരിക്കുന്നു A+B ഗിവ്സ് C+D. ആ റിയാക്ഷനിൽ യൂസ് ചെയ്ത ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്മോൾ n ആണ്. n നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ സ്മോൾ ലെറ്ററായ ABCD എന്നൊക്കെ പറയുന്നത് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. ക്യാപിറ്റലായ ABCD എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റിനെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സെൽ റിയാക്ഷൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ലോഗ് പ്രോഡക്റ്റ് സൈഡുള്ള ആൾ സിയും ഡിയും അല്ലേ. അപ്പോൾ സിയുടെ കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിയുടെ കോൺസെൻട്രേഷൻ, അതിൻ്റെയൊക്കെ കോഎഫിഷ്യൻ്റ് പവറാക്കി എഴുതി, ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് A ഇൻറ്റു B. ക്ലിയർ? ബുദ്ധിമുട്ടില്ലല്ലോ. ഈ വാല്യൂ 298 കെൽവിനിലാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. സ്ക്രീനിലേക്ക് നോക്കുക. Zn സോളിഡ് പ്ലസ് Cu2+ അക്വസ് ഗീവ്സ് Zn2+ അക്വസ് പ്ലസ് Cu സോളിഡ്. ഇത് ഡാനിയൽ സെല്ലിലെ റിയാക്ഷനാണ്.
അതിൻ്റെ നെക്സ്റ്റ് ഇക്വേഷൻ ഇതാ അല്ലേ, ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/2. ഇങ്ങനെ 2 വന്നത് ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണല്ലോ. ആ 2 കൊടുത്തു. ലോഗ് പ്രോഡക്റ്റ് ആരാ, Zn2+. വേറെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ Cu സോളിഡ്. പക്ഷേ Cu സോളിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്തുകൊണ്ട്? സോളിഡ് ലിക്വിഡ് ആയിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഓൾവേസ് ബി 1. അതുകൊണ്ടാണ് Cu സോളിഡ് എന്ന പ്രോഡക്റ്റിനെ ആ ടേമിൽ ആ ഇക്വേഷനിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2+. എന്ത് Zn സോളിഡ് അവിടെ കാണഞ്ഞത്? Zn സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിരിക്കും. ഓക്കെ, ആ ഇക്വേഷൻ്റെ താഴത്ത് മറ്റൊരു ഇക്വേഷൻ എഴുതി കണ്ടോ? ഇ സെൽ ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2+. എന്താ അവിടെ നടന്നത്? നിങ്ങളെന്നൊന്ന് കണ്ടെത്തിയേ. മറ്റൊന്നുമല്ല, Cu2+ നേരത്തെ ഡിനോമിനേറ്ററിലായിരുന്നു, അതായത് ഛേദത്തിലായിരുന്നു. അത് ന്യൂമറേറ്ററായി, അംശമായിട്ട് മാറി. തല തിരിച്ചെഴുതിയപ്പോൾ ആ ടേമിൻ്റെ സൈന് മൈനസ് ഉള്ളത് പ്ലസ് ആയതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും. കണ്ടക്ടിവിറ്റിയുടെ സിമ്പലാണ് കാപ്പ, കെ എന്ന് പറഞ്ഞാലും മതി. മോളാർ കണ്ടക്ടിവിറ്റിയുടെ സിമ്പലാണ് λm. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി? അതായത് കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ യൂണിറ്റ് ആവുക, ലെങ്ത്തും യൂണിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ വോള്യം യൂണിറ്റായി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു യൂണിറ്റ് വോള്യം കണ്ടക്ടറിൻ്റെ കണ്ടക്റ്റൻസാണ് കണ്ടക്ടിവിറ്റി. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ഓർ സീമൻ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് മോളാർ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് 1 mole of an electrolytic solution kept between 2 electrodes with unit area of cross section and at a distance of unit length. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത് അകലത്തിൽ വെച്ചിരിക്കുന്ന 2 ഇലക്ട്രോഡുകൾക്കിടയിൽ 1 mole ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ വെച്ചിരുന്നാൽ ആ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ ആകെ കണ്ടക്റ്റൻസിനാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റാണ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇനി പറയുന്ന പോയിൻ്റ് വളരെയധികം ശ്രദ്ധിക്കണം. കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടും. കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. അതിൻ്റെ അർത്ഥം കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. കണ്ടക്ടിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഡൈല്യൂഷൻ. രണ്ടാമത്തെ പോയിൻ്റ്, മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും ഇൻവേഴ്സ് റിലേഷനാണ്. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കുറയുന്നു. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് ഡൈല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സ്വാഭാവികമായി ഒരു സംശയം വരാം. കണ്ടക്ടിവിറ്റി ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയാൻ കാരണമെന്ത്? നമുക്കറിയാം, കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തിൻ്റെ കണ്ടക്റ്റൻസാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ
ഒരു യൂണിറ്റ് വോള്യത്തിലുള്ള അയോണിൻ്റെ എണ്ണം കുറയുന്നു. അതിൻ്റെ ഫലമായി കണ്ടക്ടിവിറ്റി കുറയുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിക്രീസ് ഓഫ് കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ? ബിക്കോസ് നമ്പർ ഓഫ് അയോൺ പെർ യൂണിറ്റ് വോള്യം ഡിക്രീസസ് ഓൺ ഡൈല്യൂഷൻ. ക്ലിയർ? അപ്പോൾ അടുത്ത ഒരു സംശയം വരികയാണ്, മോളാർ കണ്ടക്ടിവിറ്റി ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താ? ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അയോണുകൾക്ക് മൂവ്മെൻറ്റിന് കൂടുതൽ സൗകര്യം ലഭിക്കും. അതായത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനിലുള്ള അയോണുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടും. അങ്ങനെ ആകുമ്പോൾ കണ്ടക്റ്റൻസ് കൂടും. ഏത് കണ്ടക്റ്റൻസ്? മോളാർ കണ്ടക്റ്റൻസ്. ബസ്സിലേക്കൊക്കെ തിരക്കി കയറുമ്പോൾ നമുക്കറിയാം കണ്ടക്റ്റൻസ് വളരെ കുറയും. കാരണം ഇങ്ങനെ തിരക്ക് മാത്രമേ നടക്കുള്ളൂ. ബസ്സിക്ക് കയറിപ്പോവോ? പോവില്ല. എന്നാൽ വരി നിന്ന് വലിയ തിരക്കില്ലാത്ത തിരക്ക് കൊണ്ട് കയറുകയാണെങ്കിൽ ഈസി ആയിട്ട് ബസ്സിലേക്ക് കയറിപ്പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അയോണുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൂടുന്നു. അതിൻ്റെ ഫലമായി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മോളാർ കണ്ടക്റ്റൻസ് കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കൂടുന്നു എങ്കിൽ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും ഒരേപോലെയാണോ? അല്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും തമ്മിൽ മോളാർ കണ്ടക്റ്റൻസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ഗ്രാഫിലേക്ക് നോക്കൂ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്, അല്ലേ? എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് പരാബോളിക്കായിട്ട് വളഞ്ഞാണ് നിൽക്കുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ആളാണ്. ഫുൾ ഇലക്ട്രോലൈറ്റും പൂർണ്ണമായി അയോണായിട്ട് മാറും. അങ്ങനെ അയോണായിട്ട് മാറുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഒരു മാക്സിമം മോളാർ കണ്ടക്റ്റൻസ് ലഭിക്കും. അതാണ് അവിടെ കാണുന്ന λm0 എന്ന് പറയുന്ന പോയിൻ്റ്. ശരി, അതിന് നമ്മളൊരു പേര് പറയും, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതായത് കോൺസെൻട്രേഷൻ 0യോട് അടുക്കുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് കാണിക്കുന്ന മാക്സിമം മോളാർ കണ്ടക്റ്റൻസിന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. പഠിച്ചു വെക്കണം. ഒന്നുകൂടെ അത് റിവൈസ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ λm0 എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണമെന്ത്? അതിൻ്റെ അയോണൈസേഷൻ പൂർണ്ണമാകുന്നു എന്നതുകൊണ്ട്. എന്നാൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് പൂർണ്ണമായി അയോണൈസ് ചെയ്യാത്തതുകൊണ്ട്. എന്നാൽ നോക്കൂ, കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും. പക്ഷേ കൂടിക്കൂടി വന്ന് അതൊരിക്കലും വൈ ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യാത്തതിന് കാരണം എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ് പൂർണ്ണമായി അയോണീകരണം നടക്കാത്തതുകൊണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനൊരു ഗ്രാഫ് തരും പരീക്ഷയ്ക്ക് തന്നിട്ട് ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നുള്ളിടത്ത് എ എന്ന് കൊടുക്കും, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നുള്ളിടത്ത് ബി എന്ന് കൊടുക്കും. എന്നിട്ട് എയും ബിയും ഏത് തരം ഇലക്ട്രോലൈറ്റിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിക്കും. നന്നായി ശ്രദ്ധിക്കണം. നേരത്തെ വന്നിരുന്ന ക്വസ്റ്റ്യൻസാണത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് പഠിച്ചു വെക്കുക. മോളാർ കണ്ടക്റ്റൻസും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം പഠിച്ചു വെക്കുക. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ഒന്നും കൂടെ മനസ്സിലാക്കുക. വാട്ട് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗാഢത 0 അടുക്കുമ്പോൾ
ഒരു ഇലക്ട്രോലൈറ്റ് കാണിക്കുന്ന മാക്സിമം മോളാർ കണ്ടക്റ്റിവിറ്റിക്ക് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കനോട്ട് ബി ഡിറ്റർമിൻ ഗ്രാഫിക്കലി. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി ഗ്രാഫിക്കലായി കാണാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അതിൻ്റെ അയോണൈസേഷൻ പൂർത്തീകരിക്കാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മറ്റൊരു മാർഗം വേണം അല്ലേ? ആ മാർഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ മാർഗമാണ് കോൾറാഷ്യസ് ലോ. ഓക്കെ, നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് മോളാർ അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇതാണ് കോൾറാഷ്യസ് ലോ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഡൈല്യൂഷൻ ഇൻഫിനിറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് അവയുടെ പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും മോളാർ കണ്ടക്റ്റൻസ് കൂട്ടിയതിന് തുല്യമാണ്. ഉദാഹരണം, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി OH മൈനസിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റിയും കൂട്ടിയതിന് തുല്യമാണ്. കണ്ടില്ലേ? എന്തിനാണ് കോൾറാഷ്യസ് ലോ? അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് ഒന്ന്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. റെഡി? അപ്പോൾ കോൾറാഷ്യസ് ലോ എന്താണ്, അതിൻ്റെ രണ്ട് അപ്ലിക്കേഷൻ എന്താണ്, രണ്ടും ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. മലയാളത്തിലും ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലതാ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഡി-ബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. അതായത് എന്താണത്? ആ ഇക്വേഷൻ അവിടെ കാണാം. ലാംഡ എം സമം ലാംഡ എം 0 മൈനസ് ബി റൂട്ട് സി. മോളാർ കണ്ടക്റ്റൻസും കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന റിയാക്ഷനാണ്, ഇക്വേഷനാണ് ഡി-ബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. കണ്ടല്ലോ, അതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിക്ക് മാത്രമാണ് ഒബേ ചെയ്യുള്ളൂ. ഈ ഇക്വേഷൻ ഡി-ബൈ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമേ അനുസരിക്കുകയുള്ളൂ. റെഡി? ഇക്വേഷൻ ഒന്ന് പഠിച്ചു നോക്കൂ, എഴുതി വെക്കൂ. ലാംഡ എം ഈക്വൽ ടു ലാംഡ എം 0 മൈനസ് ബി റൂട്ട് സി. വാട്ട് ഈസ് ലാംഡ എം? മോളാർ കണ്ടക്റ്റിവിറ്റി. വാട്ട് ഈസ് ലാംഡ എം 0? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി. വാട്ട് ഈസ് ബി? ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് സി? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അടുത്ത നമുക്ക് ബാറ്ററികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ് ബാറ്ററി? എ ബാറ്ററി ഈസ് ബേസിക്കലി എ ഗാൽവാനിക് സെൽ. വാട്ട് ഈസ് ഗാൽവാനിക് സെൽ? കെമിക്കൽ എനർജി കൺവെർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെയുള്ള സെല്ലുകൾക്കാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ബാറ്ററി? വൈദ്യുതോർജം തരുന്ന സെല്ലുകളാണ് ബാറ്ററി. ഇങ്ങനെയുള്ള ബാറ്ററികളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് പ്രൈമറി ബാറ്ററി, മറ്റൊന്ന് സെക്കൻഡറി ബാറ്ററി. എന്താണ് പ്രൈമറി ബാറ്ററി? റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററികൾക്കാണ് പ്രൈമറി ബാറ്ററി അല്ലെങ്കിൽ പ്രൈമറി സെൽ എന്ന് പറയുക. ഉദാഹരണമാണ് ഡ്രൈ സെല്ല്, മെർക്കുറി സെൽ തുടങ്ങിയത്. എന്നാൽ സെക്കൻഡറി സെല്ല് നമുക്ക് റീചാർജ് ചെയ്യാം, വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. സിമ്പിളല്ലേ? വ്യത്യാസം വേണേൽ നമുക്കൊന്ന് കാണാം. സ്ക്രീനിലേക്ക് നോക്കൂ. പ്രൈമറി സെൽ നോൺ റീചാർജബിൾ. നമുക്ക് പരിചയമുള്ള, അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ അല്ലേ? പെൻസിൽ ബാറ്ററി നമ്മളറിയപ്പെടുന്ന ബാറ്ററികൾ, അതൊക്കെ പ്രൈമറി സെല്ലിൽ വരും. സിങ്ക് കാർബൺ സെൽ എന്നതിനെ പറയാറുണ്ട്. റെഡി? അത് റീചാർജ് ചെയ്യാൻ പറ്റില്ല.
ഉപയോഗിച്ച് ചാർജ് കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതൊന്ന് ഒഴിവാക്കും. അതിലെ റിയാക്ഷൻസ് ഇറിവേഴ്സിബിളാണ്, ഒരു ഭാഗത്തേക്ക് മാത്രമേ നടക്കുള്ളൂ, തിരിച്ചിങ്ങോട്ട് നടക്കില്ല. ഇതൊക്കെ പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ സെക്കൻഡറി സെല്ലോ അത് റീചാർജബിളാണ്, വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം, ചാർജ് കഴിഞ്ഞാൽ വീണ്ടും നടക്കാം. ബാറ്ററിയില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻവെർട്ടറില്ലേ, മാത്രമല്ല നമ്മൾ മൊബൈലിൽ ബാറ്ററി ഇല്ലേ റീചാർജ് ചെയ്യുന്നില്ലേ, അതൊക്കെ സെക്കൻഡറി സെല്ലാണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഉപയോഗിച്ച് തീർന്ന് നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ചാർജ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് നിറക്കാം. ദാറ്റ് ഈസ് റീചാർജബിൾ. അപ്പം ബാറ്ററി 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. ഇനി വിശദീകരണം വേണ്ടല്ലോ, അടുത്ത പോയിന്റിലേക്ക് പോയാലോ. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ് ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. എന്താണ് ഡ്രൈ സെൽ? നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ബാറ്ററി, 1.5 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ലേ, ചെറുതായാലും വലുതായാലും ഒക്കെ 1.5 വോൾട്ടാണ് വരിക. നോക്കാം, ഏതാണ് ആ സെല്ലിൻ്റെ ആനോഡ്? ആനോഡ് സിങ്ക് കപ്പാണ്, സിങ്കിൻ്റെ ഒരു പാത്രമാണ് ആനോഡ്. ഏതാണ് കാഥോഡ്? കാർബണാണ് ഡ്രൈ സെല്ലിലെ കാഥോഡ്. ആരാണ് ഇലക്ട്രോലൈറ്റ്? അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ചേർന്ന മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു നോക്കണം. ഒന്ന്, ആ സെല്ലിൻ്റെ ആനോഡ്. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ ആനോഡ് സിങ്കാണ്. കാഥോഡ് ആരാണ്? കാർബണാണ്. ഇലക്ട്രോലൈറ്റ് ആരാണ്? അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും മിശ്രിതമാണ്. ഇനി 4ാമത്തെ പോയിൻ്റ്, ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? സ്ക്രീനിലേക്ക് നോക്കൂ. Zn gives Zn2++ 2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അതവിടെ സ്ക്രീനിൽ കാണുന്നില്ലേ? MnO2+ NH4+ 1 ഇലക്ട്രോൺ ഗീവ്സ് MnOOH+ NH3. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി ഒരു പോയിൻറ്റും കൂടെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാം. ഈ സെല്ല് തരുന്ന പൊട്ടൻഷ്യൽ എത്ര? 1.5 വോൾട്ട്. ഈ 6 പോയിൻ്റ് നിങ്ങൾ പഠിച്ചാൽ ഡ്രൈ സെല്ലിനെ കുറിച്ചുള്ള എല്ലാ വിവരവുമായി. വേണമെങ്കിൽ നമുക്ക് ചിത്രം ഒന്ന് കാണാം. സ്ക്രീനിലേക്ക് നോക്കൂ, ഡ്രൈ സെല്ലിൻ്റെ ചിത്രം. ഓക്കെ, കണ്ടല്ലോ. അടുത്ത സെല്ലിലേക്ക് വരാം, മെർക്കുറി സെൽ. നേരത്തെ പറഞ്ഞതുപോലെ ആനോഡ് ആരാണ്? സിങ്ക് അമാൽഗമാണ് ആനോഡ്. കാഥോഡ് ആരാണ്? HgOയും കാർബണുമാണ് കാഥോഡ്. HgO ആൻഡ് കാർബൺ. ഇനി കാർബൺ എന്ന് പഠിച്ചാലും പ്രശ്നമില്ല അല്ലേ? പ്രശ്നമില്ലല്ലോ. ഡ്രൈ സെല്ലായാലും മെർക്കുറി സെല്ലായാലും സിങ്ക് ആനോഡായിട്ടുണ്ട്, ഉറപ്പല്ലേ? മറ്റ് കാഥോഡായിട്ട് കാർബണും ഉണ്ട്. അത് മിനിമം അതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇലക്ട്രോലൈറ്റ് വ്യത്യാസമുണ്ട്. മെർക്കുറി സെല്ലിലെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KOHും സിങ്ക് ഓക്സൈഡിൻ്റെയും മിശ്രിതമാണ്, പേസ്റ്റാണ്. റെഡി? അത് തരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1.35 വോൾട്ടാണ്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? വാച്ചിലുണ്ടാവാറുണ്ട്, വാച്ചിൽ ഇല്ലേ? അതുപോലെ ശ്രവണ സഹായികൾ, ചെവിടെ വെക്കാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണമല്ലേ, ആ ഉപകരണത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഈ ബാറ്ററിയാണ്. കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളിലൊക്കെ ചെറിയ ബാറ്ററി ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ സ്റ്റീൽ പോലിൻ്റെ മാതിരി കാണുന്ന. ഇതൊക്കെ മെർക്കുറി സെല്ലാണ്. 1.35 വോൾട്ടാണ് ഉണ്ടാവുക. റെഡി? ആ സെല്ലിൻ്റെ ചിത്രങ്ങൾ കാണാപാഠം പഠിച്ചിട്ടില്ലെങ്കിലും അതിൽ നടക്കുന്ന റിയാക്ഷൻ അറിയണം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, സിങ്ക് +2OH gives ZnO plus H2O+ 2 ഇലക്ട്രോൺ. ക്ലിയർ? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ HgO plus H2O+ 2 ഇലക്ട്രോൺ ഗീവ്സ് Hg+2OH. ആ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ നല്ല സുഖം. എന്താ അറിയാം നിങ്ങൾക്ക്? എന്താ സുഖം? ആദ്യത്തെ ഇക്വേഷനിൽ OH വലതുഭാഗത്താണ്, ഇടതുഭാഗത്താണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ OH വലതുഭാഗത്താണ്. ഒന്നാമത്തെ ഇക്വേഷനിലെ ഓക്സൈഡ് വലതുഭാഗത്താണ്, രണ്ടാമത്തെ ഇക്വേഷനിലെ ഓക്സൈഡ് ഇടതുഭാഗത്താണ്. ഇനി 2 ഇക്വേഷനും കൂടെ കൂട്ടിയാൽ OH കട്ട് ചെയ്ത് പോകും, H2O കട്ട് ചെയ്ത് പോകും അല്ലേ? ബാക്കിയുള്ള ആളുകൾ അവിടെ ഉള്ളത്. റെഡി? മെർക്കുറി സെൽ. മെർക്കുറി സെല്ലിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക്
അതിൻ്റെ ലൈഫിൽ എല്ലാ സമയത്തും അത് തരുന്ന വോൾട്ടേജ് 1.35 വോൾട്ടായിരിക്കും. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ റിഡോക്സ് റിയാക്ഷനിൽ അയോണുകളുടെ സാന്നിധ്യമില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഓക്കെ, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തത് നമുക്ക് ലെഡ് സ്റ്റോറേജ് സെൽ, അതായത് സെക്കൻഡറി സെല്ലായ ലെഡ് സ്റ്റോറേജ് സെല്ല്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കാറിൽ ഉപയോഗിക്കുന്ന സെല്ല് ഇതാണ്. ഇൻവെർട്ടറിൻ്റെ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന സെല്ല് ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. ഇങ്ങനെ വലിയ വലിയ ഒരു ബാറ്ററി നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, വലിയ ബോക്സ് ആയിട്ട് നിൽക്കണേ, ഇത് ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ പഠിക്കണം? ആനോഡ് ആരാണ്? ലെഡാണ് ആനോഡ്. സ്ക്രീനിലേക്ക് നോക്കുക. കാഥോഡ് ആരാണ്? ലെഡ് ഡയോക്സൈഡാണ്, PbO2. ഇലക്ട്രോലൈറ്റ് ആരാണ്? സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ? Pb + SO4 gives PbSO4 + 2 ഇലക്ട്രോൺ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനോ? കാഥോഡ് ആരാ? PbO2 അല്ലേ? അപ്പോൾ PbO2 തമ്മിലുള്ള റിയാക്ഷൻ PbO2 + SO4 2- + H ++ 2 ഇലക്ട്രോൺ ഗിവ്സ് PbSO4 + H2O. ക്ലിയർ? സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും രണ്ടും കൂടെ കൂട്ടിയതാണ്. അതാ കൂട്ടി, രണ്ട് റിയാക്ഷനും കൂടെ കൂട്ടിയത് അവിടെ എഴുതി കാണുന്നു. റെഡി? എന്തിനാണ് ഈ ലെഡ് സ്റ്റോറേജ് സെല്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? അറിയില്ലേ എന്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? നമുക്കറിയാം, ഫോർവേഡിലേക്ക് റിയാക്ഷൻ നടക്കുമ്പം H2O ഉണ്ടാവും. ആ H2O ബാറ്ററിയുടെ പുറത്തേക്ക് ആവിയായിട്ട് പോകുമ്പോൾ പിന്നെ ബാക്ക്വേഡിലേക്ക് ഈ റിയാക്ഷൻ നടക്കാൻ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ അല്ലേ, ആ റിയാക്ഷൻ ബാക്കിലേക്ക് നടക്കും. എപ്പോഴാണ് ബാക്കിലേക്ക് നടക്കുക? ചാർജ് ചെയ്യണ സമയത്ത്. അതായത് ബാറ്ററിയിലെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിന് കുത്തിയിട്ട് അതിൽ ചാർജ് ചെയ്യൂലേ, ചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ബാക്കിലേക്ക് നടക്കും. ആ ബാക്കിലേക്ക് നടക്കുമ്പോൾ ആ ബാക്കിലേക്ക് നടക്കണമെങ്കിൽ H2O വേണം. കാരണം H2O കുറേ ആവിയായിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ബാക്കിലേക്ക് നടക്കണമെങ്കിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അതിനാണ് നമ്മുടെ ലെഡ് സ്റ്റോറേജ് സെല്ലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളാകെ ഈ സെല്ലിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ പഠിച്ചു നോക്കണം. ആ സെൽ റിയാക്ഷൻ എന്താ? സെൽ റിയാക്ഷൻ നോക്ക്. Pb + PbO2 + H2SO4 gives PbSO4 + H2O. ഒന്ന് ബാലൻസ് ചെയ്യുക. 2H2SO4 എന്ന് കൊടുക്കുക. അപ്പോൾ gives 2 PbSO4 എന്നാവും + 2 H2O എന്നാവും. ബുദ്ധിമുട്ടില്ലല്ലോ. ആ റിയാക്ഷൻ നിങ്ങളങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ഉപയോഗിക്കുന്ന സമയത്ത് ഫോർവേഡിലേക്കും ചാർജ് ചെയ്യണ സമയത്ത് ബാക്കിലേക്കും നടക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചാർജ് ചെയ്യണ സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ അതേപോലെ എഴുതിയിട്ട് ബാക്കിലേക്ക് നടക്കും എന്ന് എഴുതി വെക്കുക. ബാക്ക്വേഡിലേക്ക് പാശ്ചാത് പ്രവർത്തനം നടക്കും. ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങോട്ട് നടക്കും? ഫോർവേഡിലേക്ക് നടക്കും എന്ന് പഠിച്ചേക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല, പഠിച്ചു വെക്കണം. 4 മാർക്കാണ് കിട്ടും പഠിച്ചാൽ. അതിന് ചിത്രം നമുക്ക് കാണാം. സ്ക്രീനിലേക്ക് നോക്ക്. ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ അതിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ അതാ കാണിച്ചിട്ടുണ്ട്, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അത് അവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ഓവറാൾ റിയാക്ഷൻ എന്ന് പറഞ്ഞതാണ് സെൽ റിയാക്ഷൻ. അത് ബാലൻസ്ഡ് ഇക്വേഷനാണ്. നേരത്തെ ഉള്ള ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരുന്നില്ല, ഇത് ബാലൻസ്ഡ് ഇക്വേഷനാണ്. ആ സെല്ല് നോക്കൂ നിങ്ങൾ. ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ചിത്രം കണ്ടില്ലേ? ലെഡിൻ്റെയും ലെഡ് ഡയോക്സൈഡിൻ്റെയും ഇങ്ങനെ റോഡുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഒരു ലെഡും ഒരു ലെഡ് ഡയോക്സൈഡും കൂടിയാൽ എന്തായി? ഒരു സെല്ലായി. അങ്ങനെ ഒരുപാട് സെല്ലുകൾ കൂടിയതാണ് നമ്മളെ വീട്ടിലുള്ള ബാറ്ററി പെട്ടി എന്ന് നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ, ബാറ്ററി. കുറേ സെല്ലുകൾ കൂടിയതാണ്. സെല്ലിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ബാറ്ററി തരുന്ന വോൾട്ടേജ് കൂടും, ആ സെല്ല് തരുന്ന പവർ കൂടുതലുണ്ടാവും. വലിയ ബാറ്ററി ഉണ്ടാവും, കൂടുതൽ ആംബിയറുള്ള ബാറ്ററികളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലെഡ് സ്റ്റോറേജ് സെല്ലിലെ പ്രവർത്തനം എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ. ഇലക്ട്രോലൈറ്റ് ഏതാ? ലെഡ് സ്റ്റോറേജ് സെല്ലിലെ ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡാണ്. ആരാണ് ആനോഡ്?
ലെഡാണ്. ആരാണ് കാഥോഡ്? PbO2 ആണ്. എന്താ അതിലെ റിയാക്ഷൻ? Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4 പ്ലസ് 2H2O. ക്ലിയർ? പഠിച്ചു നോക്കണേ. അടുത്ത പോയിന്റിലേക്ക്. ഫ്യൂൽ സെല്ലിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇന്ധന സെല്ലുകൾ. എന്താണ് ഇന്ധന സെല്ലുകൾ? ഇന്ധനങ്ങൾ കത്തി വൈദ്യുതോർജം തരുന്ന സെല്ലുകൾക്കാണ് ഫ്യൂൽ സെൽ എന്ന് പറയുക. ഓക്കെ, ദീസ് ആർ ഗാൽവനിക് സെൽസ് വിച്ച് കൺവെർട്ട് ദി എനർജി ബൈ ദി കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീതെയിൻ, മെത്തനോൾ എക്സെട്ര. അപ്പോൾ ഫ്യൂൽ സെല്ലിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഫ്യൂലുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, മീതെയിൻ, മെത്തനോൾ. ഓർത്തു വെക്കണം, നേരത്തെ വന്നൊരു ചോദ്യമാണ്. ഹൈഡ്രജൻ, മീതെയിൻ, മെത്തനോൾ ഇങ്ങനെ തുടങ്ങിയ ഫ്യൂലുകളെ, ഇന്ധനങ്ങളെ കത്തിച്ച് വൈദ്യുതോർജം തരുന്ന ഗാൽവനിക് സെല്ലിൻ്റെ പേരാണ് ഫ്യൂൽ സെൽ. ഉദാഹരണമാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൻ്റെ ചിത്രം നമുക്ക് കാണണം. കണ്ടേ? ഒന്ന് നോക്കാം. 3 കമ്പാർട്ട്മെൻറ്റുകളാണ് അതിലുള്ളത്. ചിത്രത്തിലേക്ക് നോക്ക്. 3 കമ്പാർട്ട്മെൻറ്റ്. ഒരു ഭാഗം ആനോഡ് കമ്പാർട്ട്മെൻറ്റ്, ആ എൻഡിൽ കാഥോഡ് കമ്പാർട്ട്മെൻറ്റ്, സെൻറ്ററിൽ ഇലക്ട്രോലൈറ്റിക് കമ്പാർട്ട്മെൻറ്റ്. റെഡി? ഈ 3 കമ്പാർട്ട്മെൻറ്റുകൾ വേർതിരിക്കാൻ പോറസായ ഇലക്ട്രോഡുകളുണ്ട്. ആ പോറസ് ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത, അതിനകത്ത് കൂടെയാണ് ഹൈഡ്രജനും ഓക്സിജനും കയറി സെൻറ്ററിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ ചിത്രം ഒന്ന് ശരിക്കും പഠിച്ചു നോക്കണം. ഇനി എന്താണ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താ റിയാക്ഷൻ? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിജൻ പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ ഗീവ്സ് 4OH മൈനസ്. കണ്ടില്ലേ? എഴുതിയാണ് പഠിക്കുക. നോ എക്സ്ക്യൂസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ 2H2 പ്ലസ് 4OH ഗീവ്സ് 4H2O പ്ലസ് 4 ഇലക്ട്രോൺ. ഓവറാൾ റിയാക്ഷൻ, ആ 2 റിയാക്ഷനും കൂടാണ് കൂട്ടിയപ്പോൾ OH ഒക്കെ കട്ട് ചെയ്ത് പോയി അല്ലേ? 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ആ മുകളിലുള്ള കാഥോഡിൻ്റെയും ആനോഡിൻ്റെ റിയാക്ഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവസാനമുള്ള ഇക്വേഷനെങ്കിലും പഠിച്ചു വെക്കണം. ഫ്യൂൽ സെല്ലിലെ റിയാക്ഷൻ 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. ഹൈഡ്രജനും ഓക്സിജനും പ്രവർത്തിച്ച് വാട്ടർ ഉണ്ടാവുക എന്ന് ആർക്കാണ് അറിയാത്തത്? അല്ലേ? ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഫ്യൂൽ സെല്ലിലെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതെങ്കിലും എഴുതി വെക്കണം. കാഥോഡിലുള്ള റിയാക്ഷൻ ചോദിക്കാറുണ്ട്, ആനോഡിലുള്ള റിയാക്ഷനും ചോദിക്കാറുണ്ട്. രണ്ടും പഠിച്ചു വെക്കുക. പറ്റുന്നില്ലെങ്കിൽ ഫ്യൂൽ സെല്ലിലെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലക്ക് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് H2O എന്നെങ്കിലും പഠിച്ചു വെക്കുക. ഈ ഒരു റിയാക്ഷനിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഫ്യൂൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഫ്യൂൽ സെല്ലിനുള്ളത്? ഒന്നാമത്തെ ഗുണം, നിങ്ങൾ ഫ്യൂവൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സെല്ല് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ ഫ്യൂവൽ കൊടുക്കുന്നത് നിർത്തുന്നത്, അപ്പം മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ട് ദി സെൽ വർക്ക്സ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദി റിയാക്റ്റൻസ് ആർ സപ്ലൈഡ്. നമ്പർ 2, ഇതിന് ഹൈ എഫിഷ്യൻസി ഉണ്ടാവും, നല്ല എഫിഷ്യൻസി ഉണ്ടാവും. അതായത് എനർജി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമില്ല. നല്ല എഫിഷ്യൻസി ഈ സെല്ലിനുണ്ട്. 2 മൂന്നാമത്തത് ഇക്കോ ഫ്രണ്ട്ലിയാണ്, പരിസ്ഥിതി സൗഹൃദമായ സെല്ലാണിത്. കാരണം ഇതിൻ്റെ ഫലമായി പൊല്യൂഷൻ ഉണ്ടാവില്ല. ഹൈഡ്രജനും ഓക്സിജനുമാണ് ഇതിൽ കൊടുക്കുന്നത്, കിട്ടുന്നത് വാട്ടറാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെയുള്ള അന്തരീക്ഷത്തെ മലിനമാക്കുന്ന പദാർത്ഥങ്ങളല്ല പുറത്തേക്ക് വരുന്നത്. ഇത് ഇക്കോ ഫ്രണ്ട്ലിയാണ്. പഠിച്ചില്ലേ? മൂന്നാമത്തത്, ഇതിൽ കിട്ടുന്നത് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഡ്രിങ്കിങ് വാട്ടർ റിസോഴ്സായി, കുടിവെള്ളത്തിൻ്റെ ഒരു റിസോഴ്സായി ഈ സെല്ലിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 4 അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ചിത്രം വേണേൽ ഒന്നുകൂടെ കാണാം, വളരെ ഷോർട്ടായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതോർജം തരുന്ന സെല്ലാണ്. എങ്ങനെയാണ് വൈദ്യുതോർജം തരുന്നത്? ഇന്ധനങ്ങൾ കത്തി വൈദ്യുതോർജം തരുന്ന സെല്ലുകളാണ് ഫ്യൂൽ സെൽ. ഉദാഹരണം അതാ. ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, ഇലക്ട്രോലൈറ്റ് ആരാണ് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സെല്ലിലെ റിയാക്ഷൻ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് കൊറോഷൻ. ലോഹനാശനം എന്ന് മലയാളത്തിൽ പറയും കൊറോഷനെ.
ലോഹം നശിക്കുക. കൊറോഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനും നമുക്ക് തന്നെ പറയാം. എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഇൻ വിച്ച് മെറ്റൽ കൺവെർട്ടഡ് ടു ഓക്സൈഡ്. മെറ്റലുകൾ നശിച്ച് അതിൻ്റെ ഓക്സൈഡുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോമ്പൗണ്ടുകളോ ആയി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ലോഹനാശനം, കൊറോഷൻ. ഉദാഹരണമാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, ദി റസ്റ്റിംഗ് ഓഫ് അയേൺ. വേറൊന്നാണ് സിൽവർ ബ്ലാക്ക് കറുത്ത് വരുന്നത്, ടാർണിഷിംഗ് ഓഫ് സിൽവർ. വേറൊന്നാണ് കോപ്പറിൻ്റെ മുകളിൽ പച്ച കളറുള്ള ഒരു കോട്ടിങ് വരുന്നത്. ക്ഷേത്രങ്ങളുടെയൊക്കെ അതിൻ്റെ മുകൾ ഭാഗം ചെമ്പ് തകിടുകളെ കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. ആ ചെമ്പ് തകിടുകൾ അതിൻ്റെ മുകളിൽ മഴയും വെയിലും ഒക്കെ കൊണ്ട് അതിങ്ങനെ പച്ച കളറുള്ളൊരു കോട്ടിങ് ചെമ്പിൻ്റെ മുകളിൽ വരാറുണ്ട്. ചെമ്പിൻ്റെ പാത്രങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ ശ്രദ്ധിച്ചറിയാം. ചെമ്പ് പാത്രങ്ങൾ ഉള്ളിലിങ്ങനെ ക്ലാവ് പിടിച്ച മാതിരി പച്ച കളറുള്ളൊരു കോട്ടിങ് അതിന്മേൽ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ കൊറോഷന് ഉദാഹരണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ കൊറോഷൻ സംഭവിക്കുന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിനെ വിശദീകരിക്കുന്ന തിയറിയാണ് ഇലക്ട്രോ കെമിക്കൽ തിയറി. ഈ ഇലക്ട്രോ കെമിക്കൽ തിയറി നമുക്കൊരു ചിത്രത്തിലൂടെ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടോളൂ ആ ചിത്രം. കണ്ടോ? ഇരുമ്പിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി തുരുമ്പ് ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ചിത്രം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കണ്ടോ? സെല്ലുണ്ടാവണമെങ്കിൽ കാഥോഡും ആനോഡും വേണ്ടേ? എവിടെ കണ്ടോ ആനോഡിൻ്റെ സൈറ്റ്? ആനോഡിൻ്റെ സൈറ്റിൽ ഇരുമ്പ് Fe2+ ആയി മാറുന്നു. കാഥോഡിൻ്റെ സൈറ്റിൽ ഓക്സിജൻ വാട്ടറായി മാറുന്നു. Fe2+ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് തുരുമ്പായി മാറുന്നു. എന്താണ് തുരുമ്പ്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റസ്റ്റ്. വാട്ട് ഈസ് റസ്റ്റ്? റസ്റ്റ് ഈസ് Fe2O3XH2O. ബൈ ഹാർട്ട് ചെയ്യുക. തുരുമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല Fe2O3XH2O. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഈസ് കാൾഡ് റസ്റ്റ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് തുരുമ്പെന്ന് പറയുന്നത്. എങ്ങനെയാണ് തുരുമ്പുണ്ടാകുന്നത്? ആനോഡിൽ വെച്ച് അയേണ് ഫെറസായി മാറുന്നു, Fe2+ ആയി മാറുന്നു. ഈ Fe2+ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഫെറിക് ഓക്സൈഡായി മാറുന്നു. കാഥോഡിൽ വെച്ച് ഓക്സിജൻ വാട്ടറായിട്ട് മാറുന്നു. ഈ വാട്ടറും ഫെറിക് ഓക്സൈഡും തമ്മിൽ പ്രവർത്തിച്ച് തുരുമ്പായി മാറുന്നു. എന്താണ് തുരുമ്പ്? ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. എന്താണ് അതിൻ്റെ ഫോർമുല? Fe2O3XH2O. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിത്രത്തിലുണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ആ സ്ക്രീനിൽ കാണാം. അതവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഓവറാൾ റിയാക്ഷൻ കണ്ടില്ലേ? ഇനി ഇങ്ങനെ ഒരു കൊറോഷൻ നടന്നാൽ അത് നമുക്ക് തടയണ്ടേ? തടയാൻ എന്ത് ചെയ്താൽ മതി? ഇരുമ്പിൻ്റെ മുകളിൽ ഓക്സിജനും വാട്ടറും വരുന്നതിനെ തടയുക. അത് തടയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നല്ല കോട്ടിങ് നടത്തിയാൽ മതി. പെയിൻ്റ് അടിക്കുക, വാർണിഷ് അടിക്കുക. ഇതൊക്കെ അടിച്ചിട്ട് ഇരുമ്പിനെ നമുക്ക് തുരുമ്പ് പിടിക്കുന്നതിൽ നിന്ന് തടയാം. ബൈ കോട്ടിങ് ദി മെറ്റൽ സർഫസ് വിത്ത് പെയിൻറ്റ് ഓർ വാർണിഷ് എക്സെട്ര. റെഡി. നമ്പർ 2, മെറ്റലിനെ നമുക്ക് വളരെയധികം ഇലക്ട്രോ പോസിറ്റീവായ ലോഹങ്ങളെ കൊണ്ട് പൊതിയാം. ഉദാഹരണമാണ് സിങ്ക് കൊണ്ട് പൊതിയാം. ഇരുമ്പിനെ സിങ്ക് കൊണ്ട് പൊതിയാം. ഇരുമ്പിനെ സിങ്ക് കൊണ്ട് പൊതിഞ്ഞാൽ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഇരുമ്പിൻ്റെ മുകളിൽ സിങ്ക് പൊതിഞ്ഞാൽ കിട്ടുന്ന ഇരുമ്പിൻ്റെ പേരപ്പം എന്തായിരിക്കും? ഗാൽവനൈസ്ഡ് അയേൺ. ഗാൽവനൈസ്ഡ് അയേൺ എന്നുള്ളതിൻ്റെ സിമ്പിൾ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ GI. പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും GI പൈപ്പ് കൊണ്ട് നമുക്കിവിടെ ഷീറ്റ് ഇടാമെന്ന് കേട്ടില്ലേ? GI പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു ഷെഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? വാട്ട് ഈസ് GI? GI ഈസ് ഗാൽവനൈസ്ഡ് അയേൺ. GI ഗാൽവനൈസ്ഡ് അയേൺ. എന്താ ഗാൽവനൈസ്ഡ് അയേൺ?
ഇരുമ്പിൻ്റെ മുകളിൽ സിങ്ക് കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കിയതാണ്. എന്തിനാണ് സിങ്ക് കൊണ്ട് പൊതിയുന്നത്? ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതിൽ നിന്ന് തടയാൻ. ഓക്കെ, അപ്പോൾ 2 മെത്തേഡ് പഠിച്ചു കൊറോഷനെ തടയാൻ. നമ്പർ 3, ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. തുരുമ്പ് പിടിക്കുന്നതിനെ തടയുന്ന ചില സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻ പുരട്ടാം. ബൈസൾഫേറ്റും ബൈഫോസ്ഫേറ്റും ആൻറ്റി റസ്റ്റ് സൊല്യൂഷന് ഉദാഹരണമാണ്. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് നന്നായി പെയിൻ്റ് അടിക്കണ മാതിരി ആ സൊല്യൂഷൻ അങ്ങോട്ട് പെയിൻ്റ് അടിച്ചാൽ, പേസ്റ്റ് ചെയ്താൽ ഇരുമ്പ് പിന്നെ തുരുമ്പ് പിടിക്കൂല. 4-മത്തേതാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. മെഗ്നീഷ്യം, സിങ്ക് എന്നിവ കൊണ്ട് എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ പൊതിയുന്ന കാര്യം തന്നെ, ലോഹത്തിൻ്റെ മുകളിൽ പൊതിയുക. പിന്നെ വേറെ സംഭവമുണ്ട്, കാഥോഡിക് പ്രൊട്ടക്ഷൻ. അവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. കാഥോഡിക് പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷിക്കപ്പെടേണ്ട ലോഹത്തെ കാഥോഡാക്കി മാറ്റുക. എങ്ങനെ? ആ ലോഹം വളരെ റിയാക്റ്റീവായൊരു ലോഹവുമായി കൂട്ടി എന്ത് ചെയ്യുക? കണക്റ്റ് ചെയ്യുക. അങ്ങനെ കണക്റ്റ് ചെയ്യുമ്പോൾ റിയാക്റ്റീവായ ലോഹം ആനോഡാകും, സംരക്ഷിക്കപ്പെടേണ്ട ലോഹം കാഥോഡാകും. അണ്ടർഗ്രൗണ്ടിലൂടെ ഇടുന്ന പൈപ്പുകൾ, വെള്ളത്തിൻ്റെ പൈപ്പ്, അതുപോലെ ഗെയിലി പൈപ്പ്, ഈ പൈപ്പുകളൊക്കെ തുരുമ്പ് പിടിക്കാതെ സംരക്ഷിക്കുന്നത് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 5 പോയിൻ്റുകളാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റ് നിങ്ങൾ ഒഴിവാക്കാനില്ല. നന്നായി പഠിക്കുക, കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, അത്യാവശ്യമുള്ള നോട്ടുകൾ എഴുതിയെടുക്കുക, റിവൈസ് ചെയ്യുക. ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ എന്താണ് കേട്ടതെന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ കേൾക്കുക. കേട്ടതിന് ശേഷം വീണ്ടും സ്വയം പറയാൻ കഴിയുന്നുണ്ടോ നോക്കുക. പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. പറഞ്ഞതിന് ശേഷം സ്വന്തം ഒരു ന്യൂസ് പേപ്പറിൽ എഴുതാൻ ശ്രമിക്കുക. സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. വാട്ട് ഈസ് കൊറോഷൻ? വാട്ട് ഈസ് നെക്സ്റ്റ് ഇക്വേഷൻ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പ്രിയപ്പെട്ട മക്കളെ, ഈ 5 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു പോയാൽ തീർച്ചയായും നോ ഡൗട്ട് യു സ്കോർ 100% ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് ഇത് കാണാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. കോവിഡിൻ്റെ ഈ പ്രതിസന്ധികളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം മാത്രമാകുമ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, സജഷൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. വാട്സപ്പിൽ ബന്ധപ്പെടാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നൽകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.